രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സ് രംഗത്തെത്തി. സ്ത്രീകൾക്ക് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരാളെ ജനപ്രതിനിധിയായി നിലനിർത്തണമെന്നുള്ള എന്ത് അത്യാഹിത രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മളെ നേരിടുന്നത് എന്നാണ് താര ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്ന് എല്ലാ മനുഷ്യർക്കും വ്യക്തമായ സാഹചര്യമാണ്. ഏത് തരക്കാരനാണ്, എന്ത് തരം കാര്യങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ തെളിവുകളെല്ലാം പൊതുസമൂഹത്തിന് മുൻപിലുണ്ട് എന്നും പോസ്റ്റിൽ താര പറയും. ഇപ്പോൾ കത്തി നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി എന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വെല്ലുവിളിയാകുമെന്ന വാദമാണ് MLA സ്ഥാനം രാജിവെക്കുന്നതിന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് ആലോചന. രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുമ്പോഴും ദുർബല വാദങ്ങൾ നിരത്തി പ്രതിരോധം തീർക്കുകയാണ് രാഹുൽ. TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ ആവശ്യം, രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒരേ സ്വരത്തിൽ രാജി ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ പിന്നോട്ട് വലിക്കുന്നത് ഒരു ഉപതിരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാൽ അത് പാർട്ടിക്ക് വല്ലാത്ത തിരിച്ചടി നേരിടും എന്ന ആശങ്കയാണോ? അങ്ങനെയെങ്കിൽ ഇനി പാർട്ടി, കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കം ഏത് തരത്തിലാണ്? രാഹുലിനെതിരെ പാർട്ടിയിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാനാണോ, അതൊരു സസ്പെൻഷനിലേക്ക് കടക്കുകയാണോ, അതോ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന? അറിയ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയൊരു വാർത്താ ദിനമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ ചർച്ച വരുന്ന രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമോ, ഈ വാർത്തയിൽ ഇനി എന്ത് നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന ചോദ്യമാണ്. ഇന്നലെ പകൽ ദിനം തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നിർണായകമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. കാരണം അവരുടെ ഒരു യുവ നേതാവ് നേരിടുന്ന ഒരു കടുത്ത ആക്ഷേപം, ആ കടുത്ത ആക്ഷേപത്തിൽ എന്ത് നടപടിയെടുക്കണമെന്ന അവരെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയിൽ തീരുമാനമെടുക്കുക, അതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആര്യ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരുമോ അതല്ല അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കോൺഗ്രസിൽ തന്നെ ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടുത്തെ പ്രതിസന്ധിയുടെ കാരണം. ഇന്നലെ വൈകിട്ട് തന്നെ രാജി പെട്ടെന്നുണ്ടാകും. ഇന്നലെ പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടം വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ തന്നെ രാജി നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ നടന്ന കൂടിയാലോചനകളിൽ കോൺഗ്രസിൽ നടന്ന ആലോചനകളാണ് നേരത്തെ ആര്യ പരാമർശിച്ചത്. അതായത് മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചനയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് അവർ. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പാലക്കാട് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്നത് തിരിച്ചറിയുന്നു കോൺഗ്രസ്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള സാധ്യത തേടുന്നു. ഇതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക എന്ന ആലോചനയിലേക്കാണ് കിടക്കുന്നത്. മറിച്ച് ഒരു സാങ്കേതികമായൊരു MLA അദ്ദേഹത്തെ തുടർത്തുക, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അനുവദിക്കില്ല, ആ ഒരു തീരുമാനം, ഒരു ധാരണയിലും തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അത് ആ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി വലിയതാണ്. കാരണം വലിയ തരത്തിലുള്ള ഇടതുപക്ഷ BJP പ്രതിഷേധമൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ നേരിടുമെന്നതും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ തീരുമാനത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഇന്നത്തെ ഒരു പകൽ ദിനം സുപ്രധാനമാണ്. കൂടിയാലോചനകൾ നടക്കും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ ഇന്ന് നടത്തും. ഓൺലൈനായിട്ടുള്ള കൂടിയാലോചനയാണ്. ഏതെങ്കിലും ഒരു ഇടത്ത് ഒന്നിച്ചിരുന്നുള്ള കൂടിയാലോചനകൾ നടക്കില്ല. കാരണം അത്തരമൊരു യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കൂടി ഇത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരമൊരു സന്നിഗ്ധ അവസ്ഥയെ നേരിടുന്നു. അതിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടെടുക്കും എന്ന ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും പറയാനുള്ളത് കേൾക്കണം എന്ന അഭിപ്രായം കൂടി കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം മുതൽ ഇത്തരം കൂടിയാലോചനകൾ, ഗൗരവമുള്ള ചിന്തകൾ തന്നെ നടക്കുന്നു. ആ ചർച്ചകളിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് കടന്നു കഴിഞ്ഞു എന്നതാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വാർത്ത. എന്തായാലും അത്തരം ആലോചനകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സജിത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് മുതിർന്ന നേതാക്കന്മാരും വനിതാ നേതാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ രാഹുൽ ചെയ്തത് തെറ്റാണ് എന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായ നിലപാടെടുക്കുമ്പോഴും രാഹുലിനെ കേൾക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഇനി നേതൃത്വം കടക്കുന്നു എന്നാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്
ഈ പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതിരുന്ന രാഹുൽ നമ്മുടെ തന്നെ ഒരു വാർത്ത എടുത്തുകൊണ്ട് വന്ന് മുൻപുണ്ടായിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിട്ട് ദുർബലമായ ചില വാദങ്ങൾ നിരത്തുന്നതും അത് നമ്മൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നതുമൊക്കെ ഇതൊക്കെ കേരളവും രാഷ്ട്രീയ നേതാക്കന്മാരും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും രാഹുലിനെ കേൾക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ള ഒരു നിലപാട് നേതാക്കന്മാർക്കിടയിലുണ്ടോ? അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഹുലിന് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വിഭാഗം അത് എത്രത്തോളം പ്രബലമാണ്? അത്തരത്തിലൊരു പ്രബല വിഭാഗം ഉണ്ടോ? ആര്യ സൂചിപ്പിച്ചതാണ് ഒരു പ്രസക്തമായ കാര്യം. കാരണം ഇത്ര അധികം നേതാക്കൾ തള്ളിപ്പറഞ്ഞ ഒരു നേതാവിനെ ഇനി ആരനുകൂലിക്കും, എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യമാണ്. അതുതന്നെയാണ് കോൺഗ്രസിന് ഈ സാഹചര്യം. ഒന്ന്, തുടക്കത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ പിഴവ് പറ്റിയെന്ന കോൺഗ്രസിന്റെ പ്രാഥമികമായ വിലയിരുത്തലുണ്ട്. മാത്രമല്ല, വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞു, രാജിവെക്കണമെന്ന ആവശ്യം നിലപാടെടുത്തു കഴിഞ്ഞു. അങ്ങനെ നിലപാടെടുത്ത ഒരു വ്യക്തിയെ ഇനി എങ്ങനെ സംരക്ഷിച്ച്, സാങ്കേതികമായെങ്കിലും സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നത് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രതിസന്ധിയാണ്. ഇതിനിടയിൽ രാഹുലിനെ കേൾക്കണമെന്ന വാദം ഉയർത്തുന്നവരുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ഒരു യുവ വിഭാഗമെങ്കിലുമുണ്ട്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന, സോഷ്യൽ മീഡിയയിലെങ്കിലും വാദിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അതുകൊണ്ട് ഒരു MLA രാജിവെപ്പിക്കും മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം. ഇതുവരെയും അങ്ങനെ കേൾക്കാൻ ഒരു വേദി ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ടെലഫോണിൽ മറ്റും നൽകിയ ചില വിശദീകരണങ്ങളാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനപ്പുറം രാഹുൽ പറയുന്ന കൂടുതലായി കേൾക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇത്ര പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാവിനെ ഇനി എങ്ങനെ രാജിവെപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നതും എന്നതും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന കാര്യമാണ്. ആര്യ, ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഈ ഷാനിമോൾ ഉസ്മാനാവട്ടെ, ബിന്ദു കൃഷ്ണയാവട്ടെ, മറ്റ് പ്രതികരിച്ച വനിതാ നേതാക്കളൊക്കെ ആവട്ടെ, ഇവർക്കെതിരെയൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്നതാണ് സാഹചര്യം. അത്തരത്തിൽ വലിയ തരത്തിലുള്ള നീക്കം നടക്കുമ്പോൾ ഇതിനെ എന്ത് നിലപാടെടുക്കും കോൺഗ്രസ് എന്ന ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനെ നേതൃത്വത്തെ കുഴയ്ക്കുന്ന ഒരു പിടി പ്രതിസന്ധികളാണ് ഇന്നത്തെ ഒരു പകൽ ദിനം അവരെ കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടി തീരുമാനമെടുക്കേണ്ടി വരും. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെയാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാക്കി മാറ്റി നിർത്തി, എന്നാൽ സാങ്കേതികമായി MLA തുടരുന്നു എന്നൊരവസ്ഥയിലേക്ക് നിർത്തും. പക്ഷേ അതിന് ചില നിയമസഭാ പ്രതിസന്ധികൾ, നിയമപ്രശ്നങ്ങളില്ലേ എന്ന ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് ഒരുപക്ഷെ ഉത്തരം നൽകേണ്ടി വരും. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തി സാങ്കേതികമായി MLA ആയി തുടരുമ്പോൾ അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പങ്കാളിത്തത്തെയും മണ്ഡലത്തിലെ സ്വാധീനത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രതിസന്ധിയായി തന്നെ തുടരും. അത് കോൺഗ്രസിന് കുഴയ്ക്കുന്ന പ്രതിസന്ധി ഒന്നാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത, രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു, MLA സ്ഥാനം രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടുകൂടി രാഹുലിനെ പൂർണ്ണമായി ഒഴിവാക്കി തൽക്കാലം ഈ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികൾ, അവർ നടത്തുന്ന പ്രതിഷേധങ്ങളെയൊക്കെ നേരിടാം. ഇങ്ങനെ ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഗൗരവമായി കൂടിയാലോചനകൾ നടക്കുകയാണ്. മൂന്നാമത്തെ ഒരു സാധ്യത, ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ വിശദമായി കേട്ട് ഇക്കാര്യത്തിൽ അല്പം കൂടെ സമയമെടുത്ത് തീരുമാനമെന്നതാണ്. എന്തായാലും ഈ 3 തീരുമാനമെടുക്കുന്നതിലും അവർക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട് കോൺഗ്രസിന് മുന്നിൽ. കാരണം ഈ തീരുമാനം ചടുലമായിരിക്കണം, വലിയ വെല്ലുവിളി കാത്തിരിപ്പുണ്ട് എന്നതാണ് പ്രതിസന്ധി. നേതാക്കൾ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞ ഒരു നേതാവിനെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമാണ്. ഇന്നലെ VD സതീശൻ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വൈകിട്ട്. അതിന്റെ അർത്ഥം ഈ ആശയക്കുഴപ്പം നേതാക്കൾക്കിടയിൽ പ്രകടമാണ്. ഈ ആശയക്കുഴപ്പമാണോ സജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം? കഴിഞ്ഞ ദിവസം ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും അത് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ മുൻപിലേക്ക് ജനസമക്ഷം മുന്നോട്ട് വെക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ രാജിവെക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, തന്നെ പെട്ടെന്ന് അത്തരത്തിൽ പുറത്താക്കാൻ അല്ലെങ്കിൽ MLA സ്ഥാനത്തിന്റെ രാജി ആവശ്യപ്പെടാൻ പാർട്ടിക്ക് സാധിക്കില്ല, പാർട്ടി ആ വിഷയത്തിൽ കുഴങ്ങിപ്പോകും എന്നുള്ള ആ ഒരു സാഹചര്യം ആണോ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലാക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ